കലോത്സവം വീണ്ടും കൊല്ലത്തെത്തുമ്പോൾ പഴയ ഓർമ്മകൾ 24 പങ്കുവയ്ക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വിനീത് കുമാർ. സംസ്ഥാന സ്കൂൾ കലോത്സവം അതാ അങ്ങ് എത്തിയിരിക്കുകയാണ്. ഇത്തവണ കൊല്ലത്താണ് കലോത്സവം നടക്കുന്നത്. 1988 കൊല്ലത്ത് കലോത്സവം നടക്കുമ്പോൾ അന്ന് കുട്ടി പ്രതിഭയായിരുന്ന ഒരു 11 വയസ്സുകാരനുണ്ട്. പിൽക്കാലത്ത് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന നടനും സംവിധായകനും ഒക്കെയായി മാറിയ വിനീത് കുമാറാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. സ്വാഗതം. അന്ന് 1988 കൊല്ലത്ത് കലോത്സവം നടക്കുമ്പോൾ ആ വേദിയിലേക്ക് എത്തുന്ന ഒരു 11 വയസ്സുകാരൻ. ആ വേദിയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഉണ്ടോ? ഓർമ്മകളുണ്ട്. അതിൽ ഏറ്റവും എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒരു വിഷ്വൽ എന്ന് പറയുന്നത്, ഞാൻ അതുവരെയും അത്രയും വലിയൊരു സദസ്സിന് മുമ്പിൽ ഞാൻ ഡാൻസ് ചെയ്തിട്ടില്ല. കാരണം ഞാനന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമല്ലേ. അപ്പോൾ ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ വേദിയിൽ ഞാൻ ചെന്ന് നിൽക്കുന്നു. ഈ കേട്ടൻ അങ്ങ് തുറന്നപ്പോൾ അന്ന് കണ്ടൊരു നമ്മുടെ ഒരു അത്ഭുതമുണ്ട്. അതിപ്പോഴും എൻ്റെ മനസ്സിൽ ആ വിഷ്വൽ ഇരിപ്പുണ്ട്. കാരണം 2 വശത്തും കുറേ മഹത് വ്യക്തികളുടെ കുറേ ചിത്രങ്ങളുണ്ട്. പിന്നെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു സെക്കൻഡ് ആ ഒരു പതർച്ച എൻ്റെ മുഖത്തുണ്ടായിരുന്നു. ആ കണ്ണിൽ ആ കണ്ട കാഴ്ചയുടെ അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പിന്നീട് നമ്മൾ ഡാൻസ് തുടങ്ങുന്നു, പിന്നെ ടോട്ടലി വേറൊരു മൂഡിലേക്ക് എത്തുന്നു. പക്ഷേ ആ ഫസ്റ്റ് വിഷ്വൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ കിടപ്പുണ്ട്. കലോത്സവം കാണാൻ പോകാറുണ്ടോ? ഇപ്പോൾ പല ജില്ലകളിലായിട്ട് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വേദികളിലൊക്കെ കലോത്സവം കാണാൻ പോകാറുണ്ടോ? കാണാൻ എനിക്ക് സമയവും അവസരവും ഉള്ളപ്പോൾ ഞാൻ പോകാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സിനിമയുടെ, ഞാനിപ്പോൾ പുതിയതായിട്ട് സംവിധാനം ചെയ്ത സിനിമയുടെ റിലീസാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്കിലാണ്. അതല്ലാത്ത ചില സമയങ്ങളിൽ ചില യുവജനോത്സവ വേദികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യുവജനോത്സവ വേദികളിൽ ഞാൻ ഭരതനാട്യം അങ്ങനെ നൃത്ത ഇനങ്ങൾ മാത്രമല്ലാതെയും നാടകമായാലും മൈം അങ്ങനെ മോണോ ആക്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റവും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ കൂടെ പറയാം. ഞാൻ ഡിയർ ഫ്രണ്ടിന് ശേഷം ഞാനിപ്പോൾ സംവിധാനം ചെയ്യുന്നത് ദിലീപേട്ടനാണ് അതിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യുവജനോത്സവത്തിൽ എനിക്ക് വരാനെന്ന് ആഗ്രഹിച്ചാൽ ഈ സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് നമുക്ക് ഈ ദേവദൂതനിലേക്ക് പോലെ ഒരു ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്നത്? പുതിയ ഏതെങ്കിലും സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഈ സംവിധാനത്തിന് ശേഷവും മറ്റും? സിനിമ ഞാൻ അഭിനയിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു കഥാപാത്രം ഒരാൾ എഴുതി ഉണ്ടാക്കിയിട്ടൊക്കെ വരേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ചില സിനിമകൾ ഞാൻ കഥകൾ കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ സൈമൺ ഡാനിയൽ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അതൊരു സീരീസ് ഓഫ് സിനിമകളാണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലുള്ള റൈറ്റിംഗ് സ്റ്റേജിലാണ്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദേവദൂതനിലേക്ക് പോലെ തന്നെ നമ്മൾ അത്രത്തോളം സ്നേഹിച്ച ക്യാരക്ടറായിട്ട് ഓൺ സ്ക്രീനിൽ വരാൻ കഴിയട്ടെ. ഒപ്പം തന്നെ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ അതിന് എല്ലാവിധ ആശംസകളും നേരെയാണ്. അത് ഹിറ്റാവട്ടെ. താങ്ക് യു.